ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി നോട്ടീസ് ചെയ്തത് ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഒരു സെറ്റപ്പ്, അതായത് ഒരു സൈഡിൽ PC, RGB ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ ചാനലിൻ്റെ പഴയ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് പണ്ട് നമുക്കുണ്ടായിരുന്നു. നൊസ്റ്റാൾജിക് ഫീലിംഗ്. എനിവേ, ഞാൻ ഈ അടുത്തിടെയാണ് ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഓഫ്ലൈൻ കടയിൽ കയറി ചെന്നത്. ഒരു ബ്രാൻഡിന്റെ ഷോപ്പ് അല്ലായിരുന്നു, ഒരു തേർഡ് പാർട്ടി സെല്ലറിന്റെ ഷോപ്പായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കടയിൽ ചോദിച്ചു, ചേട്ടാ ഈ 30,000 താഴെ അല്ലെങ്കിൽ 25,000 മേളിലുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണ്? ആ ചേട്ടൻ എനിക്ക് എടുത്തുന്ന ഫോണാണ് ഈ കാണുന്ന Oppo A6 Pro. ഇതിനു മുമ്പ് ഞാൻ Oppo K14 വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോൺ വാങ്ങരുത്. എന്നാൽ ഈ ഫോൺ വാങ്ങി ടെസ്റ്റിന് ശേഷം എനിക്ക് ആക്ച്വലി Oppo K14 റെക്കമെൻഡ് ചെയ്യാനാണ് തോന്നുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഫോണാണ് ഈ A6 Pro. നമുക്കൊരിക്കലും ഓൺലൈൻ വെബ്സൈറ്റുകളിൽ, അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ ഒരു വാല്യൂ ഫോർ മണി സംഭവം, അത് ഓഫ്ലൈനിൽ കിട്ടൂല. കാരണം ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു പക്ക കടയുണ്ട്, അതിൽ സെയിൽസ്മാൻ ഉണ്ട്, പിന്നെ തേർഡ് പാർട്ടി സെല്ലേഴ്സ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന ഫോണുകളൊക്കെ ഷിപ്പൊക്കെ ചെയ്യണ്ടേ, ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ. സോ അതിൻ്റെ പ്രൈസൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർ പ്രൈസിങ് ചെയ്യുന്നത്. ഇതെല്ലാം എനിക്കറിയാം. എന്നാലും ഇങ്ങനത്തെ ഒരു ഫോൺ ഈ പ്രൈസിൽ, ഈ ഫോണിന്റെ പ്രൈസ് ആണ് 26,999 രൂപ. ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എനിവേ, അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇത്തരത്തിലുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഇതാണ് Oppo A6 Proയുടെ ബോക്സ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് Oppo ഫോണാണ്. കൂടെ TPU കേസ് ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, ഫാസ്റ്റ് ചാർജർ ഉണ്ട് ആൻഡ് Type-C ചാർജിങ് കേബിൾ ഉണ്ട്. ഒരു കാര്യത്തിൽ എന്തായാലും ഓപ്പോനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, അതാണ് ഡിസൈൻ. അത് ഏത് പ്രൈസ് റേഞ്ച് ആണെങ്കിലും 10,000 താഴെ ആണെങ്കിലും ലക്ഷങ്ങൾ വില വരുന്ന Oppo ഫോൺ, ലക്ഷങ്ങൾ, യെസ്, 1 lakhന്റെ മേളിൽ വരുന്ന Oppo ഫോൺ ആണെങ്കിലും അതിന്റെ ഡിസൈനും ലുക്കൊക്കെ അടിപൊളിയായിരിക്കും. ഇതിന്റെ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് നൈസ്. അതായത് 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഗോൾഡ് ഉണ്ട്, പിന്നെ ഒരു ബ്രൗൺ കളർ ഓപ്ഷനാണ്. ഓക്കെ, ബാക്കിലുള്ള ഈ പാനൽ പ്ലാസ്റ്റിക്കിന്റെ പാനലാണ്, പക്ഷേ നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ഗ്ലാസ് പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്, പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് പ്ലാസ്റ്റിക്. പിന്നെ ചുറ്റുമുള്ള ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. എന്നാൽ ഈ കാണുന്ന ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ, ഇത് മെറ്റലാണ്. ഈ AC-ന്റെ തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. സോ ഓപ്പോയുടെ ഫോണുകളുടെ ലുക്ക് അല്ലെങ്കിൽ ഡിസൈൻ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ക്യാമറ മോഡലിൽ ഒരു മിറർ ഉണ്ട്. ഇത് ശരിക്കും ഗ്ലാസ് ആണോ അതോ മെറ്റൽ ആണോ എന്ന് അറിയില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ഫേസ് ഇവിടെ കാണാൻ പറ്റും. ബേസിക്കലി ഇങ്ങനെ ബാക്ക് ക്യാമറ വെച്ച് സെൽഫി എടുക്കാൻ വേണ്ടിയാണ്. 50 മെഗാ പിക്സൽ, എന്താ പറ്റിയ? എനിവേ, 50 മെഗാ-പിക്സൽ ക്യാമറ വെച്ച് ബാക്കിലുള്ള മെയിൻ ക്യാമറ വെച്ച് സെൽഫി എടുക്കാൻ വേണ്ടിയാണ്. സോ എന്തായാലും ഇവിടെ ഇങ്ങനത്തെ ഒരു മിറർ സെൽഫി തരാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വലിയ മിറർ കൊടുത്തുകൂടായിരുന്നു. ഇതിന്റെ സൈസ് തീരെ ചെറുതാണ്, അതായത് നമ്മുടെ ഫേസ് പോലും കറക്റ്റ്ലി വരുന്നില്ല, പിന്നെ അല്ലേ ഫ്രെയിം. സോ എനിക്ക് അത് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സിം സ്ലോട്ട് എടുത്ത് നോക്കിയപ്പോൾ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നോർമലി ഫോൺസിൽ ഡ്യുവൽ നാനോ ആണ് വരുന്നത്. 2 സിം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് വേണമെങ്കിൽ 2 സിം അല്ലെങ്കിൽ 1 സിം ആൻഡ് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും മൈക്രോ SD കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് ഓൾസോ ഡ്യൂറബിലിറ്റിയും നൈസ് ആണ്. IP68 ആൻഡ് IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വെള്ളത്തിൽ മുക്കി കളിക്കുക അല്ലെങ്കിൽ ഇതിനെ കുളിപ്പിക്കുക അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അറിയാതെ വീണു പോയാൽ സേഫ് ആയിരിക്കും. സോ ഈ ഫോണിൻ്റെ ബാക്കും ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നൈസാണ്. എന്നാൽ ഈ ഫോൺ നമ്മളിതാ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഞെട്ടൽ സ്റ്റാർട്ടാവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ്, പ്രത്യേകിച്ചും താഴെയുള്ള ചിൻ ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, എന്നാൽ ബെസൽസ് അല്ല മെയിൻ പ്രോബ്ലം. ഈ ഫോണിൽ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 27,000 രൂപയ്ക്ക് IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും HD+ IPS LCD പാനലാണ് ഈ പ്രൈസിൽ ഓപ്പോ ഈ ഫോണിലിട്ട് തന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഡിസ്പ്ലേ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. AMOLED ഡിസ്പ്ലേ നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ ഈസിലി കിട്ടും. മാർക്കറ്റിന്റെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, പ്രൈസുകൾ എത്രയും കൂടിക്കോട്ടെ, 27,000-28,000 റുപ്പീസിൽ ഒരു മിനിമം ഫുൾ HD+ AMOLED ഡിസ്പ്ലേ എങ്കിലും കൊടുക്കണ്ടേ. ഇതിൽ IPS LCD ഡിസ്പ്ലേ ആണ്. അതിന്റെ മേളിൽ HD+ റെസൊല്യൂഷൻ. അതായത് നോർമലി 10,000-12,000 രൂപ വില വരുന്ന ഫോൺസ്, അതിൻ്റെ താഴെയുള്ള, അതിൻ്റെ 10,000 രൂപ കിട്ടുന്ന ഫോൺസിൽ കിട്ടുന്ന ഡിസ്പ്ലേ ആണ് HD+ IPS LCD ഡിസ്പ്ലേ. സോ നമ്മൾ ഔട്ട്ഡോറൊക്കെ കൊണ്ടുപോകുമ്പോൾ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട്, അതും ബഡ്ജറ്റ് ലെവൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് ബ്രൈറ്റ്നസ് ഒക്കെ ലേശം കുറവായിരിക്കും. പിന്നെ AMOLED ഡിസ്പ്ലേയിൽ കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ബ്രൈറ്റ്നസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും അതൊന്നും ഇവിടെ കിട്ടൂല. എന്നാൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും അത്യാവശ്യം സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വോളിയം 300% വരെ കൂട്ടാൻ പറ്റും. സ്പീക്കർ പെർഫോമൻസ് ഓക്കെയാണ്. അടുത്ത ഫീച്ചറിലേക്ക് പോകാം. അതാണ് ഫോണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ്, അതാണ് ചിപ്സെറ്റ്. എനിക്കറിയാം ഇപ്പം മാർക്കറ്റ് ലേശം മോശമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാ ഫോണുകളുടെ പ്രൈസ് കൂടിയിട്ടുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. അതും പ്രത്യേകിച്ചും ഒരു ഓഫ്ലൈൻ ഫോണിൽ നിന്ന്. ഓൺലൈൻ ഫോണിൽ നിന്ന് പിന്നെയും കിട്ടും. ഓഫ്ലൈൻ ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആവൂല. എന്നാലും
MediaTekന്റെ Dimensity 6300 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 10,000-12,000 രൂപ വില വരുന്ന ഫോണിൽ കിട്ടുന്ന ചിപ്സെറ്റ് ആണ്. സോ ആ രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സോ ഗെയിമിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ലെവൽ കാര്യങ്ങൾ BGM ഒക്കെ റൺ ആവുന്നുണ്ട്. പക്ഷേ 27,000 രൂപ കൊടുത്ത് ഈ പെർഫോമൻസ് കിട്ടിയാൽ മതിയോ? വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനം കിട്ടി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളും അതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഫോണിൽ നമ്മുടെ Oppo K14 കണ്ടതുപോലെ ഈ ഫോണിലും ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ് വന്നത്. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നു, അങ്ങനെ Android 16 ആയി. സോ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പോയുടെ കഴിഞ്ഞ വർഷത്തെ ഫോൺ ഉണ്ടല്ലോ, ഈ K13 സീരീസിലുണ്ടായിരുന്ന K13Xും പിന്നെ ഒരുപക്ഷെ ഈ A6 Proയുടെ കഴിഞ്ഞ വർഷൻ, ഈ പറയുന്ന ഫോൺസിലുണ്ടായിരുന്ന അതേ മദർ ബോർഡ് അല്ലെങ്കിൽ അതേ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ, അത് ആ ചിപ്പ് ഉണ്ടല്ലോ, അതേ സംഭവമാണ് ഇവിടെ ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഇപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 വരുന്നത്. കാരണം നോർമലി ഓപ്പോയുടെ ഫോൺസിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ആയിരിക്കും വരുന്നത്. ഓപ്പോയുടെ കളർ വോയ്സ് ആയതുകൊണ്ട് അതിന്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ട് ബഗ്ഗൊന്നുമില്ല. പക്ഷേ ആ ഒരു ബഡ്ജറ്റ് ചിപ്സെറ്റ് ആയതുകൊണ്ട് ചെറിയ ജിറ്റേഴ്സ് അവിടെ ഇവിടെ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ആനിമേഷൻസും കംപ്ലീറ്റ് ആനിമേഷൻസ് അല്ല, കളർ വോയ്സിന്റെ ആനിമേഷൻ അറിയാലോ കിടിലനാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഭയങ്കര പെട്ടെന്ന് തുറക്കലും അടയലൊക്കെയാണ് സംഭവിക്കുന്നത്. ടോട്ടൽ എത്ര അപ്ഡേറ്റ്സ് കിട്ടും എനിക്ക് ആക്ച്വലി അറിയില്ല. മേ ബി 2 വർഷം 3 വർഷമായിരിക്കും. എനിവേ ഒരു അപ്ഡേറ്റ് എന്തായാലും പോയി. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ ഡ്യുവൽ ക്യാമറ ആണെന്ന് തോന്നുമെങ്കിലും ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. അതാണ് 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. ബഡ്ജറ്റ് ലെവൽ ചിപ്സെറ്റ് ആയതുകൊണ്ടും ഈ ക്യാമറ സെൻസേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ക്യാമറ പ്രോസസ്സിംഗ് പ്രതീക്ഷിച്ചാൽ മതി. അതായത് ഓപ്പോയുടെ ഒരു കളർ പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് കളേഴ്സ് ഒക്കെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് കുറവാണ്. പ്രത്യേകിച്ചും ലൈറ്റ് ഒക്കെ കുറയുമ്പോൾ വളരെ ആവറേജ് ക്യാമറ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഈസിലി ബാക്ക് ക്യാമറയിലെങ്കിലും 4K റെക്കോർഡിംഗ് കിട്ടാറുണ്ട്. ഇവിടെ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും 4K റെക്കോർഡിംഗ് ഒന്നും വരുന്നില്ല. 4K റെക്കോർഡിംഗ് ഇല്ലാത്തതിന്റെ മെയിൻ കാരണമാണ് ഇതിലുള്ള ബേസിക് ചിപ്സെറ്റ്. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, നോർമലി ഓപ്പോ ഫോൺസിൽ വരുന്ന AI എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഫീച്ചേഴ്സ് അതെല്ലാം ഈ ഫോണിലും വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിലും AI റൈറ്ററിന്റെ ഫീച്ചർ ഉണ്ടല്ലോ, അതായത് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ പറയുന്ന ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. എന്നാൽ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഒരു സെഗ്മെന്റ് ആണ് ഇതിന്റെ ബാറ്ററി ചാർജിങ് സെഗ്മെന്റും ഒക്കെ. 7000 mAh യമണ്ടൻ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു ബാറ്ററി പ്ലസ് അത്രയും പവർഫുൾ അല്ലാത്ത ചിപ്സെറ്റ് ഒരുമിച്ച് വരുന്നതുകൊണ്ട് അമേസിങ് ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. അതായത് 2-2.5 ദിവസം വരെ പോകും. കാരണം അത്രയും പവർ വലിക്കുന്നില്ലല്ലോ ഈ ചിപ്സെറ്റ്. സോ നിങ്ങൾ നോർമലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, പിന്നെ ഇതിൽ ഗെയിമിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, സോ നിങ്ങൾ നോർമലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, മൂവീസും TV സീരീസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈസിലി 2-2.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. എന്നാൽ ഞാൻ ഈ പറയുന്നത് കേട്ട് ചാടി കയറി വാങ്ങാനിരിക്കേണ്ടാവും. കാരണം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓഫ്ലൈൻ കടകളിൽ നിന്ന്, അത് ബ്രാൻഡിന്റെ കടയാണെങ്കിലും തേർഡ് പാർട്ടി സ്റ്റോർസ് ആണെങ്കിലും, നിങ്ങൾ നല്ല വാല്യൂ ഫോർ മണി ഫോൺ ഓഫ്ലൈനിൽ പോയിട്ട് നല്ല വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ A സീരീസ് ആണെങ്കിലും പിന്നെ ഐ തിങ്ക് വിവോയുടെ Y സീരീസ് ആണെന്ന് തോന്നുന്നു, ഈ 2 സീരീസുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ നിങ്ങൾക്ക് ഓപ്പോ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ K13 വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു ഇറങ്ങിയപ്പോൾ അത് 18,000 രൂപയായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കറ്റ് മാറിയതോടുകൂടി അതിന്റെ പ്രൈസും കൂടിയിട്ടുണ്ട്. സോ 22,000-21,000 റുപ്പീസിൽ ഓൺലൈനിൽ കിട്ടുള്ളൂ. ഓഫ്ലൈൻ ചിലപ്പം കിട്ടുമായിരിക്കും, ഐ ഡോണ്ട് നോ. ഓൺലൈൻ ആണ് കിട്ടുന്നത്. സെക്കൻഡ് ആണ് ഓപ്പോയുടെ തന്നെ കഴിഞ്ഞ വർഷം വന്ന K13 ടർബോ. അത് ഐ തിങ്ക് 27,000 രൂപ. ഞാൻ അതിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാം. ഓക്കെ, 27,000 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓപ്പോ K13 ടർബോ. ഈ A6 പ്രോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ആക്ച്വലി A6 പ്രോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഫോണും നല്ലതായിട്ട് തോന്നും. എന്നാലും നിങ്ങൾക്ക് ഓപ്പോയുടെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ K13 ടർബോ എടുത്തോളൂ. നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ, അത് ഡീസെന്റ് ക്യാമറ ഉണ്ട്, നല്ല പെർഫോമൻസ്, ഈ പറയുന്ന ബാറ്ററി, ചിപ്സെറ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത് ബെറ്റർ ആണ്. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.